ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഏതായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പ്രഖ്യാപനം തന്നെയാണ്. ആ സസ്പെൻസ് ഇന്ന് അവസാനിപ്പിക്കുമോ, ക്ലൈമാക്സിൽ എന്താകും, ആരാകും എന്നതാണ് ആകാംക്ഷ. മുഖ്യമന്ത്രിക്കായി കാത്തിരിപ്പ് 9-ാം നാൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽ ഗാന്ധി ഇന്നലെ കേട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയും ചേരുന്നുണ്ട്. ആദ്യം വിനീതയിലേക്ക്. വിനീത, ഇന്നലെ ഡൽഹിയിൽ നടന്നത് നീണ്ട ചർച്ചകളാണ്. രാത്രി 8:30-ക്കാണ് ഏറ്റവും ഒടുവിൽ VM സുധീരൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അങ്ങനെ ഈ നീണ്ട ചർച്ചകളിൽ നേതാക്കളുടേത് ഭിന്നാഭിപ്രായങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികളുമായി സംസാരിച്ചു കഴിഞ്ഞു. സോണിയാഗാന്ധി ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടോ? ഇന്ന് എപ്പോഴാകും പ്രഖ്യാപനം? കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് അവസാനവട്ട കൂടിക്കാഴ്ചകളാണ് ഡൽഹിയിൽ ഇന്നലെ നടന്നത്. വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കുമോ? ഇനിയും ആരെങ്കിലുമായി, പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായോ സോണിയാഗാന്ധിയുമായോ ഒക്കെ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചകൾക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അന്തിമഘട്ടത്തിൽ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായി സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് തേടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ മറ്റു നേതാക്കളിലേക്കുള്ള ചർച്ചകൾക്കുള്ള ഒരു സാധ്യത ഇനി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ ഡൽഹിയിൽ കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കൾ എത്തുകയും കേരളത്തിലെ നേതാക്കളോട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അഭിപ്രായം ആരായുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓരോ നേതാക്കൾക്കും മാക്സിമം 15 മിനിറ്റോളമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി VM സുധീരനുമായുള്ള ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച, രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറിലേറെ നീണ്ടിരുന്നു. എല്ലാ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം നേതാക്കൾ MLA-മാരുടെ പിന്തുണയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ കേരളത്തിലെ ജനവികാരം കൂടി പരിഗണിക്കപ്പെടണമെന്നൊരു ആവശ്യവും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നലെ മല്ലികാർജുൻ ഖർഗെ ബംഗളൂരുവിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിയിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇതിൽ സാധ്യമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് മറ്റ് ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടിരുന്നാലും ആ മീറ്റിങ്ങുകൾ നീണ്ടുപോയതിനാലും ഇന്നലെ മല്ലികാർജുൻ ഖർഗെയുമായി നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മല്ലികാർജുൻ ഖർഗെയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അന്തിമഘട്ട ചർച്ചകളിലേക്ക് എത്തുമെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ചർച്ചകളിൽ ഒരു തീരുമാനം ഉണ്ടായാൽ ഇന്ന് തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടന്നേക്കാം. ഗൂഗിൾ എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. മേഘ്ന, അങ്ങനെ ചർച്ചകളൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും നീളുന്നു. ചർച്ചകൾ നീണ്ട് ഇന്നേക്ക് 9-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന കാര്യത്തിലുള്ള തീരുമാനമായെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ നേതാക്കൾക്കൊക്കെ വലിയ രീതിയിലുള്ള അതൃപ്തി കൂടിയുണ്ട്. തീർച്ചയായും ശ്രീന്തി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കേരള നിയമസഭയിലേക്ക് ജനം മികച്ച ഭൂരിപക്ഷത്തിൽ ഒരു പാർട്ടിയെ തെരഞ്ഞെടുത്തു. പക്ഷേ ഇപ്പോഴും ആ പാർട്ടിക്ക് അവരുടെ മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ മന്ത്രിയോ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ പോലും പുറത്തിറങ്ങുമ്പോൾ ജനം ചോദിച്ചു തുടങ്ങി എപ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ വിവരങ്ങൾ മാത്രമാണ് അവർക്കും നൽകാനുള്ളത് എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ നേതാക്കൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ അടക്കം തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടാതെ ഇനിയും സുധീരനടക്കമുള്ള MM ഹസൻ അടക്കമുള്ള ആളുകൾ തിരിച്ചെത്തും ഇന്ന് രാവിലെയോടുകൂടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചന ലഭിച്ചപ്പോൾ തന്നെ ഇന്ദിരാഭവനിലടക്കം വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾ കൂട്ടമായി നിൽക്കുകയും TVക്ക് മുന്നിൽ കാത്തിരിക്കുകയും മധുരം വിതരണം ചെയ്യാൻ കാത്തിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സമാന സാഹചര്യം ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും അതിൽ ആരെങ്കിലും ഒരാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള സാധ്യതകളടക്കം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വലിയ തരത്തിലുള്ള ചേരിതിരിവ്, അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ തലസ്ഥാനം കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും പരിശോധിക്കണം. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഫ്ലെക്സ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ യുവ നേതാക്കളോടും അതുപോലെ തന്നെ ഗ്രൂപ്പ് മാനേജർമാരോടും ഒക്കെ പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും അതും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല
നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഫ്ലക്സ് ഒക്കെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അണികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനവികാരത്തിന് എതിരായി ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ള കാര്യത്തിലടക്കം വലിയ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ ഘടകകക്ഷി നേതാക്കൾക്കടക്കം ഈ കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. കാരണം 9ാം ദിവസവും സൂചന എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. അതിൽ മുഖ്യമന്ത്രിമാർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരാളിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് പോലും വലിയ സംശയമാണ്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ പല നേതാക്കൾക്കും പല മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടിയ MLA-മാർക്കടക്കം അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അട്ടിമറി വിജയം നേടിയിട്ടും അതിൻ്റെ ഒരു ശോഭ കെടുന്ന രീതിയിലാണ് ഈ ഒരു മുഖ്യമന്ത്രി ചർച്ച വൈകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകും. ഇനി ഇന്നും പ്രഖ്യാപനം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയെ വലിയ തരത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ചർച്ചകൾ തുടരുന്നു. എന്തായാലും ഇന്നും ഇന്ദിരാഭവന് മുന്നിലും TV-ക്ക് മുന്നിലുമായി ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കാം. ശ്രീനിധി, എന്തായാലും മേഘ്ന പറഞ്ഞതുപോലെ തന്നെ ഇന്നെങ്കിലും 9ാം നാളെങ്കിലും നമുക്ക് മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുമെന്ന് അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഗോകുൽ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നേതൃത്വം ഇതൊരു പറയാൻ മടി കാണിക്കുന്ന കാരണം അണികൾ എങ്ങനെ ഇതിനെ ഏറ്റെടുക്കുമെന്നതാണ്. കാരണം ഗ്രൂപ്പ് തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് ഫ്ലക്സുകൾ വെക്കുന്നു. അപ്പോൾ അണികൾ ഇതിനെ ഏത് രീതിയിൽ എടുക്കും? അവരുടെ പ്രിയപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ ഒരു വിമർശനമുള്ളത് ഇത്തരത്തിലൊരു സാധ്യത ക്ലെയിം ഉണ്ടാകും. പല നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുമെന്ന് മുന്നേ കാണേണ്ടതായിരുന്നു ഹൈക്കമാൻഡ്. നേരത്തെ ഒരു ഫോർമുലയൊക്കെ ഹൈക്കമാൻഡിന്റെ കയ്യിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്നൊരു വിമർശനം ദേശീയ നേതൃത്വത്തിനെതിരെ പോലും പല നേതാക്കളും സംസ്ഥാന നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു ഫോർമുല സമാധാനപരമായി ഈ പ്രഖ്യാപനം അത് കഴിഞ്ഞിട്ട് വലിയ പ്രകടനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ഈ അതിർത്തി പ്രകടനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഏതായാലും ഇന്നെങ്കിലും അത് തന്നെയാണ്, ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവട്ടെ, പ്രവർത്തകർക്ക് ഇന്നെങ്കിലും മധുരം വിതരണം ചെയ്യാൻ കഴിയട്ടെ. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ UDF ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തി. ജനങ്ങൾ നിരാശയിലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇന്നലെ തുറന്നടിച്ചു. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മലപ്പുറത്ത് നിന്ന് ഗോകുൽ K. വേണുഗോപാലാണ് ചേർന്നത്. ഗോകുൽ, നേതൃത്വത്തിന്റെ ഇടയിൽ തന്നെ ലീഗിന്റെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. 4 ആള് കൂടുന്നിടത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. എന്താണ് ഇനിയുള്ള ലീഗിന്റെ തീരുമാനം? എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ? ശ്രീനിധി, ഗോകുൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആദ്യ ദിവസങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ നേതൃത്വം മിണ്ടാതിരുന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 ദിവസമായി അവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആളുകൾ കൂടുന്നിടത്ത് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തുറന്നു പറഞ്ഞൊരു സാഹചര്യം. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു തുറന്നു പറച്ചിലുമായി രംഗത്ത് വരുന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ അതേ ആശയവുമായി മുന്നോട്ടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ നിരാശയിലാണ് ജനങ്ങൾ. വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ അവർ സ്വീകരിച്ചത്. എന്നാൽ ആ ആഘോഷത്തെ ആ അളവിൽ ആഘോഷിക്കാൻ അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ പറയുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പാണക്കാട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ഇന്ന് രാവിലെ 10 മണിക്കായിരിക്കും യോഗം. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, PM സലാം, ET മുഹമ്മദ് ബഷീർ, MK മുനീർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു താല്പര്യം VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മുസ്ലിം ലീഗ് അണികളിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് വിരുദ്ധമായിട്ടാണ് ഒരു തീരുമാനം വരുന്നത് എങ്കിൽ അതിനെ ഏത് രീതിയിലായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു നിലപാടെടുക്കും മുസ്ലിം ലീഗ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചയും ഉണ്ടാകും. നേരത്തെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങിയ ആളുകൾ, അതോടൊപ്പം തന്നെ പാലക്കാട് നിന്ന് N ഷംസുദ്ദീൻ, കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ള, AK മഷറഫ് തുടങ്ങിയ ആളുകൾ ലിസ്റ്റിലുണ്ട്. അതിൽ ഒരു 5 പേരിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായിട്ടും ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയായിരിക്കും ചർച്ചകൾ ഉണ്ടാവുക. VD സതീശൻ അനുകൂലമല്ല വിധിയെങ്കിൽ എങ്ങനെയായിരിക്കും അത് അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ നേതാക്കൾ പറഞ്ഞാൽ നിൽക്കാത്ത സാഹചര്യത്തിലേക്ക് ഫ്ലക്സ് ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യമായി വെച്ചുകൊണ്ട് അണികൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ ഈ KC വേണുഗോപാലൊക്കെയാണ് വരുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും അണികളെ സ്വീകരിക്കേണ്ടത്, എന്തു നിലപാട് സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് അണികളെ ബോധവൽക്കരിക്കുന്നതിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ഒരു നേതൃയോഗത്തിൽ നിന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നേതൃയോഗം നടത്തുക. രാവിലെ 10 മണിക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിലായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം ചേരുന്നുണ്ടാവുക. ഇന്നലെ മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ പാരമ്പര്യം മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം ആര് മുഖ്യമന്ത്രിയാവണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയില്ല, ആര് വന്നാലും അത് സ്വീകരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ പരസ്യമായി പറയുമ്പോഴും VD സതീശന് അനുകൂലമായിട്ടുള്ളൊരു താല്പര്യം മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നതിടെ മാത്യു കുഴൽനാടനും MM ഹസനും പോലെയുള്ള നേതാക്കൾ
ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, മറ്റാരും ഇടപെടേണ്ട എന്നതിനെ സംബന്ധിച്ച ഒരു പ്രതികരണവുമായി വരികയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു കല്ലുകളി ഉണ്ടാവുന്ന എന്തായാലും UDF നേതൃത്വത്തിന്, മുസ്ലിം ലീഗ് നേതൃത്വത്തിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുണ്ടാകാതിരിക്കാനുള്ള ഒരു നിലപാട് ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീനിധി, ഗോകുൽ. ശരി, ഏതായാലും ഇവിടെ കോൺഗ്രസ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നുള്ളൂ. ഇനി വേണം മന്ത്രിമാരുടെ കാര്യത്തിലൊരു ചർച്ച, അല്ലെങ്കിൽ ആരൊക്കെ ആവണം എന്നുള്ള ഇനി അത് അടുത്തൊരു ചർച്ചയാണ്. അപ്പോൾ ഇവിടെ ലീഗ് അവരുടെ മന്ത്രിമാരുടെ കാര്യം അതൊക്കെ ഉറപ്പിക്കാൻ ഇന്ന് യോഗം ചേരുകയാണ്. അപ്പം ഈ കാര്യത്തിൽ ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ വല്ലാതെ നീളുന്നതിലും പ്രഖ്യാപനം നീളുന്നതിലുമുള്ള അതൃപ്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, തുറന്നു പറഞ്ഞതാണ് ലീഗ് നേതൃത്വം. ഇനി നമ്മൾ മഴയുടെ വിവരങ്ങളിലേക്കാണ്. മഴ ചൂടിനൊരാശ്വാസമാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് വലിയ ആശങ്കയായി മാറുകയാണ്. ആശ്വാസ മഴ ആശങ്കയാകുന്നു. ഗൂഗിൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, അതിദാരുണമായ ഒരു സംഭവമാണ് മലപ്പുറത്ത് നിന്നുണ്ടായത്. ആ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് മരിച്ച വിദ്യാർത്ഥികളുടെ ഖബറടക്കം ഇന്ന്. സുഹൃത്തുക്കളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മലപ്പുറത്ത് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലിഷ, ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ വന്നത്. വേനൽമഴ പ്രതീക്ഷിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് കുറേ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യലും ഇത്ര വലിയൊരു ആൾനാശം, അതും ഒരേ ഇടത്ത് ആളുകൾ മിന്നലേറ്റ് മരിക്കുന്നു. എപ്പോഴാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഒപ്പം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗോകുൽ, തീർച്ചയായിട്ടും വേനൽമഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നേരിയ ആശ്വാസമുണ്ടായെങ്കിലും പിന്നെ അത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ മലപ്പുറം മങ്കടയിൽ കണ്ടത്. അതായത് മങ്കടയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ എത്തിയ ആളുകളാണ്. അതായത് ഏകദേശം 7ഓളം വിദ്യാർത്ഥികൾ. അവർ ആ നാട്ടുകാർ തന്നെയാണ്. അവർ സാധാരണയായി കുരങ്ങൻചോല എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. നാട്ടുകാർക്കും അതുപോലെ തന്നെ സഞ്ചാരികൾക്കും ഏറെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അവർ കൂട്ടുകാരാണ്, അവർ കഥ പറഞ്ഞിരിക്കാൻ വന്നതാണ്. അവിടേക്കാണ് ഈ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം എത്തുന്നത്. അതായത് കനത്ത മഴ പെയ്യുന്നു, പിന്നീട് വലിയൊരു ഇടിമിന്നൽ ഉണ്ടാകുന്നു, 7 പേരും ഇടിമിന്നലേറ്റ് വീഴുന്നു എന്നുള്ളതാണ്. അതിൽ 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതൊരു കുന്നിൻ്റെ മുകളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ അറിഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്തി വരുമ്പോഴേക്ക് വൈകിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 പേർ സംഭവ സ്ഥലത്ത് വെച്ചും അതുപോലെ മറ്റു 2 പേർ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിക്കുകയുമായിരുന്നു. അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു തുറസ്സായ പ്രദേശമാണ്, മരങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് പെട്ടെന്ന് ഇടിമിന്നൽ ഏൽക്കുന്നതും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും മറ്റു 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം. 3 പേർ ഈ മലപ്പുറത്ത് തന്നെയുള്ള മങ്കടയ്ക്ക് സമീപം തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയുന്നത്. ഈ മരിച്ച 4 പേർ, അതായത് വെള്ളില സ്വദേശികളായിട്ടുള്ള റഹീസ്, വഹാസ്, സിയാദ്, ഫഹദ് എന്നീ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുള്ളത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് തന്നെ ഖബറടക്കം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് തന്നെ പൊതുദർശനം സജ്ജീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് പറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിലായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ദുരന്തം തന്നെയാണ്. നാടിനെ നടുക്കിയിരിക്കുകയാണ്. കാരണം നാട്ടുകാരെല്ലാവരും സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. ആ ഒരു ഞെട്ടലിൽ നിന്ന് നാട്ടുകാരും ഇപ്പോഴും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ദിൽഷ, ഈ വേനൽ മഴക്കാലത്ത് തന്നെ പലയിടത്തും ഇടിമിന്നലേൽക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഇത്രയധികം പേരുടെ ജീവൻ ഒരുമിച്ചെടുത്തത് മലപ്പുറത്താണ്. ഏതായാലും മഴയ്ക്കൊപ്പം തന്നെ നമ്മൾ ഈ കാറ്റിനെയും ഇടിമിന്നലിനെയും ഒക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്, ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് എന്ന സൂചന കൂടിയാണത് നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ വേനൽമഴയിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭമുണ്ടായി. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വേനൽ മഴ ശക്തമായതോടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമാണുണ്ടായത്. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്ത് ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി.
കടലാക്രമണത്തിൽ പൊഴിയൂർ നിരോടി തീരദേശ റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം കരുനാഗപ്പള്ളി വള്ളിക്കാവിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം രാമപുരം ഉഴവൂർ മേഖലയിൽ നിരവധി മരങ്ങൾ കടപുഴകി. ഉഴവൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുത പോസ്റ്റ് വീണ് പൂവത്തുങ്കൽ സ്വദേശി ബാബുവിന് പരിക്കേറ്റു. എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഫോർട്ട് കൊച്ചിയിൽ വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. മൂവാറ്റുപുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും ടാറ്റ മോട്ടോഴ്സ് സർവീസ് സെന്ററിന്റെ മേൽക്കൂര തകർന്നു വീണു. നിരവധി കാറുകൾക്ക് കേടുപാടുണ്ടായി. കോതമംഗലം മേഖലയിൽ മരങ്ങൾ കടപുഴകി കുട്ടമ്പുഴ കുറ്റിയാംചാൽ ഭാഗത്ത് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ശക്തമായ വേലിയേറ്റത്തിൽ തൃശൂർ ചാവക്കാട് റോഡുകളിലേക്ക് വെള്ളം കയറി. മലപ്പുറം പാണ്ടിക്കാട് GMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. കാസർഗോഡ് മണിയമ്പാറയിൽ ശക്തമായ കാറ്റിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. ഇടിമിന്നലേറ്റ് കാസർകോട് തട്ടുമൽ സ്വദേശികളായ ഗോപാലൻ രുക്മിണി ദമ്പതികളുടെ വീട് തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് നാളെ മുതൽ വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ശനിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത്. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മുന്നറിയിപ്പില്ല. അതേസമയം ഈ ആഴ്ച അവസാനത്തോടെ കാലവർഷം എത്താനിടയുണ്ടെന്ന സൂചനയും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. 5 ഡാമുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത്. എന്നാൽ പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ളത്തിന് ടാങ്കറുകളെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ആനക്കെട്ടിമേട്, നീലിപ്പാറ, മുന്തിപ്പതി, ചപ്പക്കാട് എന്നിങ്ങനെ വിവിധ പട്ടികജാതി ഉന്നതികളിലായി ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്നത്. ജലനിധി പദ്ധതി വഴി ലഭിക്കുന്ന കുടിവെള്ളമാണെങ്കിൽ പച്ചനിറം കലർന്ന് ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. കൂത്താടികൾ ഉൾപ്പെടെ പെരുകിയ വെള്ളത്തിലൂടെ പകർച്ചവ്യാധികളും പടരുന്നു. ഇപ്പോൾ 2 മാസത്തിലതാണെങ്കിൽ ഒരുപാട് ഇതാണത്. കുടിക്കറക്കേ തണ്ണി വരത്തില്ല. അത് 10 നാളേക്ക് ഒർക്ക 15 നാളേക്ക് ഒർക്കത്തെ വരും. വന്നാൽ ഇവിടുത്തെ തണ്ണി വരും. കിട്ടുന്ന വെള്ളം പാത്രങ്ങളിൽ ശേഖരിച്ചു വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാറുള്ളൂ. ഓരോരിക്കും വരുന്നത് പച്ച കളറായിട്ട് വരും, ഓരോരിക്കും വരുന്നത് ഇങ്ങനെ വരും. ശുദ്ധമല്ല. നമ്മളതിനെ തെളിയാൻ വെച്ചിട്ട് കുടിക്കണം. 2 ദിവസം 3 ദിവസം വെച്ചാൽ പിന്നെ ശരിയാവും. പ്രദേശത്തിന് ചുറ്റും പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം, മീങ്കര, ചുള്ളിയാർ എന്നിങ്ങനെ 5 ഡാമുകളാണ് ഉള്ളത്. എന്നാൽ മുതലമടക്കാർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടാൻ പുറത്തുനിന്ന് ടാങ്കറുകൾ എത്തണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയൊക്കെ വെള്ളം കിട്ടിയിട്ട് 10 ദിവസമായി. ഈ നീളിപ്പാറ ടാങ്കിൽ നിന്നാണ് അവിടെ ഒരു കിഴക്കേ ചുക്കമ്പതി എന്ന് പറഞ്ഞ ആദിവാസി കോളനിക്ക് വെള്ളം പോവുക. അവിടെയും വെള്ളം പോകാറില്ല. അതായത് ഈ ടാങ്കൊക്കെ 1500 റുപ്യ കൊടുത്ത് വിലയ്ക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ട്രാക്ടർ വെള്ളം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെള്ളം കിട്ടാറില്ല. പഞ്ചായത്ത് അധികൃതരോട് പലവട്ടം പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 പാലക്കാട്. കൊച്ചിയിൽ പലയിടങ്ങളിലും ഇന്ന് കുടിവെള്ളം മുടങ്ങും. ആലുവ ജലശുദ്ധീകരണശാലയിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെ തുടർന്നാണ് നിയന്ത്രണം. കൊച്ചി കോർപ്പറേഷൻ ആലുവ, കളമശ്ശേരി, ഏലൂർ, തൃക്കാക്കര മുനിസിപ്പാലിറ്റികൾ, എടത്തല, കീഴ്മാട്, ചൂർണിക്കര, ചേരാനല്ലൂർ, മുളവുകാട്, എളങ്കുന്നപ്പുഴ, ഞാറക്കൽ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ള വിതരണത്തെ ഇത് ബാധിക്കും. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്ന സീ പ്ലെയിൻ പദ്ധതിയുടെ ട്രയൽ സർവീസ് ഇന്ന് ആരംഭിക്കും. ലക്ഷദ്വീപിലേക്ക് സ്ഥിരമായ സീ പ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തന സാധ്യത വിലയിരുത്തുന്നതിനായാണ് പരീക്ഷണ സർവീസ്. ദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഗതാഗതം കൂടുതൽ സുഗമമാക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. 20 സീറ്റുകളുള്ള ട്വിൻ ഓട്ടോ സീ പ്ലെയിൻ ആണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ 3 ദിവസങ്ങളിലായി 12 ട്രയൽ സർവീസുകൾ നടത്തും. SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. മറ്റന്നാൾ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് സൂചന. ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മേഘ്ന, ഗുഡ് മോർണിംഗ്. 15-ന് ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. അതിലൊരു മാറ്റം ഉണ്ടാകുമോ? എന്താണ് ഈ വൈകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ കാരണം?
ഗുഡ് മോർണിംഗ് ഗോകുൽ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച മാത്രമാണ് നടക്കുന്നത്. മറ്റ് വകുപ്പ് മന്ത്രിമാരെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഒരു ഭരണ പ്രതിസന്ധിയുണ്ട്. അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിലും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് മെയ് 15-ന് SSLC പരീക്ഷാ ഫലം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് യാതൊരു സൂചനകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പരീക്ഷാ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. അതിലായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിലൊരു അവ്യക്തത ഉണ്ട് എന്നുള്ളത് അത് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. കാരണം മറ്റ് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. കൂടാതെ 2021 സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമോ? 2021 ഇതേ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സംസ്ഥാനത്തെ സാഹചര്യം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ആ പോസ്റ്റും ഇപ്പോൾ ഒഴിവാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആര് ഫലം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അത് മറ്റന്നാൾ ഈ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സൂചനയായി ലഭിക്കുകയും ചെയ്യുന്നത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ തീരുമാനിക്കുമെന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും അതിൽ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് +1 പ്രവേശനത്തിന് അടക്കം ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ 2021 പോലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡയറക്ടറോ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിലൊരു തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി വരും. ഗോകുൽ, തീർച്ചയായും ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം, മന്ത്രിസഭാ രൂപീകരണം ഒക്കെ കോൺഗ്രസിന്റെ ഇന്റേണൽ അഫയേഴ്സോ അല്ലെങ്കിൽ UDFന്റെ ഇന്റേണൽ അഫയേഴ്സോ മാത്രമല്ല. ഇത് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ പ്രശ്നമാണ്. മന്ത്രിസഭ അപ്പാടെയാണ് ഗവർണർ പിരിച്ചുവിട്ടത്. കാവൽ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വകുപ്പുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ മടിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. മേഘ്ന മുരളിയാണ് SSLC ഫലപ്രഖ്യാപനം വൈകുമെന്ന സൂചനകൾ നൽകിയ ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KCB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കാൻ 7 ദിവസത്തോളം വേണ്ടിവരുമെന്ന് KCB അറിയിച്ചു. ദിലിഷ തിലകരുടെ വിവരങ്ങളുമായി. ദിലിഷ, ഒരാഴ്ചയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാലയളവാണ്. പക്ഷേ തകരാറ് പരിഹരിക്കാൻ അത്രയും സമയം വേണമെന്ന് KCB അറിയിക്കുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും? ഒപ്പം ഈ വൈദ്യുതിയിലെ നിയന്ത്രണം അത് ഏത് സമയത്തായിരിക്കും? എത്ര ദൈർഘ്യമുണ്ടാകും? അതല്ല പൂർണ്ണമായും കുറേ നേരം മുടങ്ങുമോ? എന്താണ് KCB നൽകുന്ന വിവരങ്ങൾ? ഗോകുൽ, ശ്രീനിധി, അതായത് വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വരും ദിവസങ്ങളിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കീഴിലുള്ള കോഴിക്കോട് KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാറിലായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം. എന്തായാലും വടക്കൻ കേരളം ഇത്തരത്തിൽ ഇരുട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ലഭിക്കുന്നത്. ഈ സബ്സ്റ്റേഷനിലെ ഒരു ട്രാൻസ്ഫോമർ തകരാറിലായതിലാണ് ഈ നിലവിലെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഈ ട്രാൻസ്ഫോമർ നിലവിൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഈ തകരാറ് പരിഹരിച്ച് ഈ സബ്സ്റ്റേഷൻ പൂർണ്ണ സജ്ജമാകാൻ ഏകദേശം ഒരാഴ്ചയോളം സമയം എടുക്കുമെന്നാണ് ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ 7 ദിവസത്തേക്കാണ് ഈ പ്രസ്തുത ജില്ലകളിൽ, 4 വടക്കൻ കേരളത്തിലെ 4 ജില്ലകൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ദിവസത്തേക്കാണ് വൈദ്യുതി വിതരണത്തിൽ ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി വൈദ്യുതി വിതരണം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഗോകുൽ, ശരി. ഏതായാലും വടക്കൻ കേരളത്തിലുള്ളവർ ശ്രദ്ധിക്കുക. 4 ജില്ലകളിലാണ്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരിക്കും വരുന്ന 7 ദിവസങ്ങളിൽ ഈ വൈദ്യുതി തടസ്സം നേരിടാൻ സാധ്യത. കാസർഗോഡ് ഉക്കിനടുക്കയിൽ പാതിവഴിയിൽ നിലച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം ഉടൻ പുനരാരംഭിക്കും. നിർമ്മാണം സംബന്ധിച്ച് അവലോകനങ്ങൾക്കായി ചീഫ് ടെക്നിക്കൽ ഓഫീസർ ജില്ലയിലെത്തി. അനുബന്ധ പ്രവൃത്തികൾക്കായി പുതിയ കരാർ നൽകിയതായി അധികൃതർ അറിയിച്ചു. 2016 തുടങ്ങി നിർമ്മാണം അനന്തമായി നീണ്ടുപോയ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെട്ടിടമാണിത്. കോവിഡ് കാല പ്രതിസന്ധിയും നിർമ്മാണ കരാർ കമ്പനികൾ നടത്തിയ നിയമവ്യവഹാരങ്ങളും വിലങ്ങുതടിയായപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. കഴിഞ്ഞ 3 വർഷമായി പൂർണ്ണമായി നിലച്ച നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുനരാരംഭിക്കാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ടെക്നിക്കൽ ഓഫീസർ ജില്ലയിലെത്തി സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു.
സിവിൽ പ്രവൃത്തികൾക്കായി ഡൽഹി ആസ്ഥാനമായ ത്രിലോക് എന്ന കമ്പനിക്ക് 45 കോടിയുടെയും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പ്രവൃത്തികൾക്കായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് 22 കോടിയുടെയും പുതിയ കരാർ നൽകി. മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ സിവിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കരാർ ത്രിലോക് എന്ന ഡൽഹി കമ്പനിക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. MEP വർക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയും ഏറ്റെടുത്ത്. അപ്പോൾ ഇനി ഒരു കൊല്ലത്തെ സമയം കൊണ്ട് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്. നിലവിൽ ഇവിടെ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യ ബാച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും പഠനം നടത്തുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയെ ആശ്രയിച്ചാണ് വിദ്യാർത്ഥികളുടെ പഠനം. OP വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ അയക്കേണ്ട അവസ്ഥ. 1 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാനാണ് തീരുമാനം. 24 കാസർഗോഡ്. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ നോട്ടീസുകൾ. കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കും, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ലെന്നാണ് ഇംഗ്ലീഷിലുള്ള നോട്ടീസിലുള്ളത്. കാളിദാസൻ ദേവദത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസ്, സംസ്ഥാനത്ത് നേതാക്കൾക്കായി അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ക്ലെയിമുള്ള നേതാക്കളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിപ്പോൾ ഹൈക്കമാൻഡിന് കേന്ദ്ര നേതൃത്വത്തിനെതിരെ തന്നെ പാർട്ടിയുടെ തലയായി നിൽക്കുന്ന മുതിർന്ന നേതാക്കൾക്കെതിരെയാണ്. അവർ കൂടി മനസ്സിലാകട്ടെ എന്ന് കരുതിയായിരിക്കും ഒരുപക്ഷെ ഈ ഇംഗ്ലീഷിലുള്ള പോസ്റ്ററുകൾ, അല്ലേ? അതെ, അതുതന്നെയാണ് ഗോകുൽ. ശ്രീനിധി, ഇപ്പോൾ കൽപ്പറ്റയിലാണ്, വയനാട് കൽപ്പറ്റയിലാണ് ഇത്തരത്തിൽ ഇംഗ്ലീഷിലുള്ള നോട്ടീസുകൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ DCC ഓഫീസിന് സമീപമായാണ് ഇത്തരത്തിലുള്ള ഈ നോട്ടീസുകൾ പതിച്ചിരിക്കുന്നത്. പേരില്ലാത്ത നോട്ടീസുകളാണ്. ആരാണ് പതിച്ചത് എന്നുള്ളത് ഒട്ടും വ്യക്തമല്ല. കാരണം അങ്ങനത്തെ നോട്ടീസുകളാണ് പതിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി പറയുന്നത് യു വോണ്ട് വിൻ അഗെയിൻ ഫ്രം ഹിയർ, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ജയിക്കില്ല. അതായത് കൽപ്പറ്റയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ കൽപ്പറ്റ മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക ഉപതെരഞ്ഞെടുപ്പിന് എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യം കൂടിയാണ് കൽപ്പറ്റയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ കൽപ്പറ്റയിലെ വോട്ടർമാർ അത്തരത്തിലുള്ള ഈ അഭ്യൂഹങ്ങൾ കേട്ട് ഭീതിയിലാണ് എന്നുള്ളതും കൂടിയാണ് ചില തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ അവിടെ ഉയരുന്നത്. രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി, ദിസ് ഇസ് നോട്ട് എ വാർണിംഗ്, കേരള നെവർ ഫോർഗിവ് യു ഫോർ ദിസ് ബ്ലണ്ടർ. ഈ മണ്ടത്തരം കേരളം പൊറുക്കില്ല. വയനാട് വിൽ ബി നെക്സ്റ്റ് അമേഠി സീറ്റ്, അടുത്ത ഒരു അമേഠിയാകും വയനാട് എന്നുള്ളതൊക്കെയാണ് ആ നോട്ടീസ്, ഇംഗ്ലീഷ് നോട്ടീസുകളിലുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി തർക്കം ഇപ്പോഴും രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന് പിന്നാലെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ കൽപ്പറ്റയിലാകും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക, അവിടെ KC വേണുഗോപാലാകും മത്സരിക്കുക, സിദ്ദിഖിന് ആലപ്പുഴ സീറ്റ് കൊടുക്കും എന്നുള്ള തരത്തിൽ വ്യാപകമായ അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് നോട്ടീസുകൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വയനാട് കൽപ്പറ്റ DCC ഓഫീസിന് സമീപം പ്രത്യക്ഷപ്പെട്ടിരിക്കും. ശരി, കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. മലയാളത്തിൽ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പറയാം എന്ന് ഇനി കരുതിയായിരിക്കും. കേരളത്തിലെ നേതാക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നേരിട്ട് ഹൈക്കമാൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, അല്ലെ? ഒരു ഭീഷണിയുടെ ഒരു സ്വരം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വയനാട് വിൽ ബി നെക്സ്റ്റ് അമേഠി എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം കടുത്ത വികാര പ്രകടനമാണ്. തീർച്ചയായും. അപ്പോൾ കാളിദാസൻ ദേവദത്തുമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ CPIM സംസ്ഥാന സമിതി ഇന്ന് ചേരും. പ്രതിപക്ഷ നേതൃസ്ഥാനം അജണ്ടയിലില്ല. മേഘ്ന മുരളിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘ്ന, ഇനി 2 ദിവസം സെക്രട്ടേറിയറ്റിലെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ല എന്നത് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ തോൽവിയിലുള്ള വിശദമായ ചർച്ച അതായിരിക്കില്ലേ ഇന്ന് ഉണ്ടാവുക? തീർച്ചയായും ഗോകുൽ, കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച പോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും ചർച്ച ചെയ്യുകയാണ്. അതിലും ജനങ്ങൾക്ക് ഒരു അവ്യക്തതയുണ്ട്. അതിൽ CPM-ന്റെ ഒരു നിലപാടെന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാമെന്നുള്ളതാണ്. ഇന്നലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് അജണ്ട ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന CPM സംസ്ഥാന സമിതിയിലും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം അജണ്ടയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CPM സംസ്ഥാന സമിതിയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കനത്ത തോൽവി ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. 35 സീറ്റിലേക്ക് എങ്ങനെ ചുരുങ്ങി എന്നുള്ളതാണ് ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ തന്നെ പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്ര വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സമിതിയിൽ ഒരു ചർച്ചയായി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഈ സംസ്ഥാന സമിതിയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ
അടക്കം യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും എന്നുള്ള കാര്യം കൂടി ഒരു സൂചനയായി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംസ്ഥാന സമിതിയിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് തോൽവി പഠിക്കുക, ചർച്ച ചെയ്യുക, വിമർശിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് ഒരു അജണ്ടയായി വരുന്നില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകുമോ എന്നുള്ളതാണ് ആകാംക്ഷയുള്ള കാര്യം. ശരി, ഈ സംസ്ഥാന സമിതിക്കിടെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം എല്ലാം വന്നാൽ PB അംഗങ്ങൾ ചേർന്ന് ഒരു യോഗത്തിൽ കേരളത്തിലുള്ള PB അംഗങ്ങൾ ചേർന്ന് ആ കാര്യത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് വിവരം. ഏതായാലും അണികളോട് MABB പറഞ്ഞത് താഴെ തട്ടിൽ നിന്ന് തുറന്ന് വിമർശിച്ചോളൂ എന്നാണ്. നിർഭയം. അപ്പോൾ നേതാക്കൾക്കെതിരെ ഇന്ന് എന്തൊക്കെ തുറന്നടികൾ ഉണ്ടാകുമെന്നതാണ് സംസ്ഥാന സമിതി യോഗം ചേരുമ്പോഴുള്ള ആകാംക്ഷ. നീറ്റ് UG പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധം കടുക്കുന്നു. മെയ് 3 നടത്തിയ പരീക്ഷ ഇന്നലെ റദ്ദാക്കിയിരുന്നു. പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കുമെന്ന് NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വിനീത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, രാജ്യത്തെ ഈ ഏറ്റവും വലിയ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ NTA എന്നത് ഇതിനു മുമ്പും പല ഘട്ടത്തിലും അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇത് 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അവർക്ക് ഇനി ആ പരീക്ഷ എഴുതുകയെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഈ അന്വേഷണത്തിൽ ആരാണ് ഇതിന് പിന്നിൽ? ഇത് കേന്ദ്രീകൃതമായ ഒരിടത്തു നിന്ന് മാത്രം സംഭവിച്ചതല്ല, പലയിടങ്ങളിലായി ഈ ക്വസ്റ്റ്യൻ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ CBI അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അടുത്ത പരീക്ഷയുടെ ഡേറ്റ് സംബന്ധിച്ച സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഗൂഗിൾ CBI ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ CBI അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി CBIയുടെ പ്രത്യേക സംഘങ്ങൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ 45 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ തന്നെ വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന മനീഷ് യാദവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വരികയാണ്. ഒപ്പം തന്നെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേരത്തെ ഈ പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കുമെന്നാണ് NTA നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം തീരുമാനം. ഈ പരീക്ഷ നടത്തുന്നതിനുള്ള അവകാശം അത് തിരികെ നൽകണമെന്നുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് P. ചിദംബരം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വലിയ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റൊരു രാജ്യത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നുവെന്നാണ് CBIയും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് CBIയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഗൂഗിൾ. ശരി വിനീത, ഏതായാലും പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ചോദ്യപേപ്പർ എത്തുമ്പോൾ AI ക്യാമറകളുടെ വരെ നിരീക്ഷണം, GPS-ന്റെ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ NTA തുണി അഴിച്ച് വിദ്യാർത്ഥികളുടെ പരിശോധന നടത്തുന്ന NTA ആണ്. അവർ ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യുന്ന ഇടത്തു നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങൾ പോയതെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ. ഇതിൽ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. അവർ വീണ്ടും ആ പരീക്ഷ എഴുതേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അധ്യാപക നിയമനത്തിന് ടെറ്റ് പരീക്ഷ നിർബന്ധമാക്കിയ സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹർജികൾ പരിഗണിക്കുക. പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. ഈ ആവശ്യമാണ് സുപ്രീംകോടതി അംഗീകരിച്ചത്. ദേശീയ അധ്യാപക പരിഷത്ത്, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ 45 കക്ഷികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുള്ളത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നു. SP ബാലകൃഷ്ണൻ നായരുടെ മേൽനോട്ടത്തിൽ 2 DYSPമാർ നയിക്കുന്ന സംഘത്തിനാണ് അന്വേഷണ ചുമതല. കേസിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ റാം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ഏപ്രിൽ 30-ന് DGP പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. നിതിന്റെ മരണവും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രത്യേകമായി തന്നെ അന്വേഷിക്കും. ഡിവൈഎസ്പിമാരായ സുധീർ കല്ലൻ, ജീവൻ ജോർജ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. അടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം നിതിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോളേജ് അധ്യാപിക ലതാ ശശിധരനിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. കോളേജിലെ മറ്റ് അധ്യാപകർ, ജീവനക്കാർ, നിതിന്റെ സഹപാഠികൾ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. നിതിൻ രാജിന്റെ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലമടക്കം പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്.
ഈ നിർണായക വിവരങ്ങൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം മുന്നോട്ടു പോവുക. കഴിഞ്ഞ മാസം 10 ഉച്ച കഴിഞ്ഞാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയും തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശിയുമായ നിതിൻ രാജ് ക്യാമ്പസിനകത്തെ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. മരണത്തിന് കാരണമായത് ജാതി അധിക്ഷേപമാണെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചിരുന്നത്. 24 കണ്ണൂർ. മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻശോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് പരിക്കേറ്റ 3 പേർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മരിച്ച 4 വിദ്യാർത്ഥികളുടെ ഖബറടക്കം ഇന്ന് നടക്കും. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ കൂടിച്ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഈ പരിക്കേറ്റ 3 പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീനിധി, ഗോകുൽ, ഇന്നലെയായിരുന്നു ദാരുണമായിട്ടുള്ള അത്തരത്തിലൊരു സംഭവം നടന്നത്. 7 സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു പ്രദേശത്ത് ഒരു വ്യൂ പോയിന്റിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് അവർക്ക് ദാരുണമായൊരു അപകടമുണ്ടാവുകയും 7 പേരിൽ 4 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. റഹീസ്, ഫഹദ്, സിയാദ്, ബഹാസ് എന്നിങ്ങനെയുള്ള 4 സുഹൃത്തുക്കളാണ് മരിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേർ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അപകടനില തരണം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മരിച്ച ഫഹദിന്റെ സഹോദരനായിട്ടുള്ള റോഷൻ, റഹീസിന്റെ സഹോദരനായിട്ടുള്ള സൽമാനുൽ ഫാരിസ്, ഇവരുടെ മറ്റൊരു സുഹൃത്ത് ഇഷുഹാത്ത് എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ അവിടെ ചികിത്സയിൽ തുടരുന്നത്. ഇപ്പോൾ മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമ്മളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടർക്ക് ഇടപെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. പിന്നീട് ഇൻക്വസ്റ്റ് ഇന്നലെ പൂർത്തിയാക്കി. ഇപ്പോൾ അല്പസമയത്തിനകം 7 മണിയോടുകൂടി തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവരുടെ പൊതുദർശനവും ഉണ്ടാവും. അവരുടെ നാട്ടിൽ തന്നെയുള്ള കോഴിക്കോട് ടസ്കർ ഓഡിറ്റോറിയത്തിലായിരിക്കും, കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിലായിരിക്കും പൊതുദർശനം നടക്കുക. അത് ഇവിടെ നിന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ സമയക്രമങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഇവരൊക്കെ ഒരേ മഹല്ല് കമ്മിറ്റി കീഴിൽ വരുന്ന സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്. 18, 19, 21, 22 വയസ്സും പ്രായമുള്ള 4 പേരാണ്. അതിനുശേഷം ഇവരുടെയൊക്കെ മൃതദേഹം സംസ്കരിക്കുന്നുണ്ടാവുക അവിടെ തന്നെയുള്ള വെള്ളിലപലയിൽ റഹ്മാനിയ ജുമാ മസ്ജിദിലായിരിക്കും. ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടാവും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ശ്രീനിധി, ഗോകുൽ. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്നാണ് ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ പങ്കുവച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗിലേക്ക് പുറപ്പെട്ടു. ഇന്ന് മുതൽ 3 ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ചൈനയിലേക്ക് പുറപ്പെടും മുൻപ് ട്രംപ് പ്രതികരിച്ചു. യുദ്ധത്തിന് ഇതുവരെ $2,900 കോടി ചെലവായതായി പെന്റഗൺ അറിയിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട്. മധു, അങ്ങനെ വീണ്ടും ട്രംപ് ഇപ്പോൾ ചൈനയിലേക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനയിലേക്ക് എത്തും മുൻപ് തന്നെ ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റിന്റെ സഹായം തനിക്ക് ആവശ്യമില്ല എന്നൊരു കാര്യം കൂടി. മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇതിലേക്ക് വരും മുമ്പ് മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് റോയിട്ടേഴ്സ് അല്പം മണിക്കൂർ മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇറാൻ അമേരിക്ക യുദ്ധത്തിനിടെ സൗദി അറേബ്യ ഇറാന് നേരെ രഹസ്യമായി ചില ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. മാർച്ച് അവസാനത്തോടെയായിരുന്നു സൗദി അറേബ്യ ഇറാനിലെ പല കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ അവരുടെ വിമാനത്താവളങ്ങൾക്ക് നേരെയൊക്കെ ഇറാൻ നടത്തിയ ചില മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പകരമായിട്ടായിരുന്നു സൗദിയുടെ ഭാഗത്തു നിന്ന് ഈ നടപടി. ഇത് ആദ്യമായിട്ടാണ് സൗദി നേരിട്ട് ഇറാൻ മണ്ണിൽ ഒരു ആക്രമണം നടത്തുന്നത്. പിന്നീട് ചില നയതന്ത്ര കോറിഡോഴ്സിൽ കൂടെ 2 രാജ്യങ്ങളും ഇത് ഒരു ധാരണയിലെത്തി ഇത് അവസാനിപ്പിച്ചതായിട്ടാണ് റോയിട്ടേഴ്സ് പറയുന്നത്. അതേസമയം നേരത്തെ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ട്രംപ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ബീജിംഗിൽ നിർണായകമായ ഉച്ചകോടി ആരംഭിക്കുവാൻ ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ ഈ ഒരു പരാമർശം. ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. സമാധാനപരമായ മാർഗത്തിലൂടെയോ അല്ലാതെയോ ഏതെങ്കിലും രീതിയിൽ അമേരിക്ക ഈ യുദ്ധം ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറാൻ വിഷയത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് താൻ കരുതുന്നു. അതുപോലെ എങ്ങനെയെങ്കിലും ഈ ഒരു രീതിയിലല്ല മറ്റു രീതിയിൽ ഈ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. ഷി ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് വാഷിംഗ്ടണിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന്
മുതൽ 15 വരെ 3 ദിവസത്തേക്കാണ് ട്രംപിന്റെ ഈ ചൈന സന്ദർശനം. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ 11 ആഴ്ച പിന്നിടുകയാണ്. യുദ്ധ ചെലവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. $29 ബില്യൺ, അതായത് ഏകദേശം 2.4 ലക്ഷം കോടി രൂപയാണ് യുദ്ധത്തിനായി ചെലവായതായിട്ട് പെന്റഗൺ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം അടിയന്തരമായിട്ട് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്. അത് എത്രയാണെന്നുള്ള കാര്യത്തിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് കൃത്യമായി മറുപടി നൽകുന്നില്ല. ഇത് US കോൺഗ്രസിൽ ചില തർക്കങ്ങൾക്ക് വഴിവെളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ശ്രീനിധി. ശരി, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ട്രംപിന്റെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊപ്പം ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും പങ്കുവച്ചത്. രാജ്യത്ത് ഇന്ധനവില വർധന ഏർപ്പെടുത്താൻ ഇന്ന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയേക്കും. രാവിലെ 11 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം ചേരുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും ഗാർഹിക സിലിണ്ടറുകളുടെയും വില കൂട്ടാനുള്ള അനുമതി നൽകിയേക്കും. ഇനിയും നഷ്ടം സഹിച്ച് കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ഇന്ധന ഉപഭോഗം നിയന്ത്രിക്കാൻ നടപടിയുമായി ഉത്തർപ്രദേശ് സർക്കാർ രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും കാവൽക്കേടിൽ വാഹനങ്ങൾ പകുതിയാക്കി കുറയ്ക്കാനാണ് ഉത്തരവിട്ടത്. തമിഴ്നാട്ടിൽ TVK സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് രാവിലെ 9:30ക്കാണ് വിശ്വാസ വോട്ടെടുപ്പ്. മദ്രാസ് ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ TVK MLA ശ്രീനിവാസ സേതുപതിക്ക് വോട്ടിംഗിൽ പങ്കെടുക്കാനാകില്ല. പോസ്റ്റൽ വോട്ടിംഗിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനിവാസ സേതുപതി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അണ്ണാ DMKയുടെ CV ഷൺമുഖം വിഭാഗം രംഗത്തുണ്ട്. 30 പേരുടെ പിന്തുണയുണ്ടെന്നാണ് CV ഷൺമുഖത്തിന്റെ അവകാശവാദം. എന്നാൽ TVKക്കെതിരെ വോട്ട് ചെയ്തില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന് കാണിച്ച് MLA-മാർക്ക് AADMK വിപ്പ് നൽകിയിട്ടുണ്ട്. 23 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമിയുടെ അവകാശവാദം. നിയമസഭയിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കാമരാജിനെ പാർട്ടി പുറത്താക്കി. TVKക്ക് പിന്തുണ നൽകുമെന്ന് കാമരാജ് അറിയിച്ചിട്ടുണ്ട്. പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാവരുടെയും വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ C. ജോസഫ് വിജയ് സർക്കാരിന് 149 വോട്ടുകൾ ലഭിക്കും. അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതി നജീബിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കോലഞ്ചേരി കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. നേരത്തെ റിമാൻഡ് ചെയ്ത സണ്ണി, സിനി, സനോജ് എന്നിവരെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ നജീബാണ് മാസ്റ്റർ ബ്രെയിൻ എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അവയവങ്ങൾ ദാനം ചെയ്ത ചിലരെയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. UAE-യിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മെയ് 25 മുതൽ 29 വരെയാണ് അവധി. ശനി ഞായർ ദിവസങ്ങൾ കൂടി ചേരുമ്പോൾ 9 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. മെയ് 25 മുതൽ 29 വരെയുള്ള 5 ദിവസമാണ് ബലിപെരുന്നാൾ അവധി. എന്നാൽ 2 വീതം ശനി ഞായർ ദിവസങ്ങൾ കൂടി കൂട്ടുമ്പോൾ ആകെ 9 ദിവസമാണ് UAE-യിൽ പെരുന്നാളിന് അവധി ലഭിക്കുക. 23-ാം തീയതി മുതൽ ജൂൺ 1 വരെ സർക്കാർ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. മാസപ്പിറവി കാണാൻ മെയ് 17-ന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു. മെയ് 27 ബുധനാഴ്ചയാകും ബലിപെരുന്നാളെന്നാണ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ വിലയിരുത്തൽ. അറഫ ദിനത്തിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UAE കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ചെറിയ പെരുന്നാളിന് ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ബലിപെരുന്നാളിന് ഈദ്ഗാഹിൽ നമസ്കാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പെരുന്നാളിനോടനുബന്ധിച്ച വിപണിയും ഉണർന്നിട്ടുണ്ട്. 24 ദുബായ്. ദുബൈയിൽ വ്യാജ ഹജ്ജ് ഓഫറുകൾ നൽകി തട്ടിപ്പ് നടത്തുന്നത് വ്യാപകം. നിരക്ക് കുറഞ്ഞ പാക്കേജുകൾ നൽകിയുള്ള തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ് രംഗത്തെത്തി. വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ലിങ്കുകളും വഴിയാണ് തട്ടിപ്പ് നടക്കുന്നത്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തയ്യാറെടുക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് പുതിയ തട്ടിപ്പ് സംഘം വല വിരിച്ചിരിക്കുന്നത്. താരതമ്യേന നിരക്ക് കുറഞ്ഞ പാക്കേജുകളും ആകർഷകമായ ഓഫറുകളും നൽകിയാണ് തട്ടിപ്പ് നടത്തുക. ഓൺലൈൻ പരസ്യങ്ങളും വ്യാജ അക്കൗണ്ടുകളും വഴിയാണ് തട്ടിപ്പ്. വിശ്വാസികളെ ചൂഷണം ചെയ്തുള്ള ഇത്തരം തട്ടിപ്പുകാരെ കരുതിയിരിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഉറപ്പായ ബുക്കിംഗ് എന്ന പരസ്യത്തിലാണ് സാധാരണക്കാർ വീണുപോകുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വിസയും പെർമിറ്റും നൽകാമെന്ന പേരിൽ കാണുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെയാണ് ചതിയിൽപ്പെടുന്നത്. മുൻകൂട്ടി പണം വാങ്ങിയ ശേഷം മുങ്ങുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നതെന്ന് ദുബായ് പോലീസ് പറയുന്നു. വ്യാജ ലിങ്കുകളും സോഷ്യൽ മീഡിയ പേജുകളും പിന്നാലെ അപ്രത്യക്ഷമാകും.
ലോഗോയും കമ്പനിയുടെ പേരും റിവ്യൂവും നോക്കി മാത്രം ആർക്കും പണം കൈമാറരുതെന്നാണ് മുന്നറിയിപ്പ്. പറ്റിക്കപ്പെട്ടാലോ സംശയം തോന്നിയാലോ ഉടൻ പോലീസിനെ അറിയിക്കണം. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതും ലൈസൻസ് ഉള്ളതുമായ ഹജ്ജ്, ഉംറ ഓപ്പറേറ്റർമാർ മുഖേന മാത്രം ബുക്കിംഗ് നടത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഓഫറുകൾ എത്ര ആകർഷകമായി തോന്നിയാലും അജ്ഞാതമായതോ സ്ഥിരീകരിക്കാത്തതോ ആയ സ്ഥാപനങ്ങളുമായി ഇടപെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി. 24 ദുബായ്. ഹാൻഡ വൈറസ് ഉൾപ്പെടെയുള്ള ഏത് ആരോഗ്യ ഭീഷണികളെയും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് UAE. ഹാൻഡ വൈറസുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ദേശീയ ആരോഗ്യ നിരീക്ഷണ പ്രതികരണ സംവിധാനം പൂർണ്ണ സന്നദ്ധമാണെന്നും UAE അറിയിച്ചു. അതേസമയം നിലവിലെ സ്ഥിതിഗതികൾ ആശങ്കകൾക്ക് കാരണമാകുന്നില്ലെന്നാണ് UAEയുടെ കണക്കുകൂട്ടൽ. UAEയുടെ ആരോഗ്യ തയ്യാറെടുപ്പും നിരീക്ഷണ നടപടികളും രാജ്യാന്തര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നടന്നുവരികയാണെന്നും ദേശീയ അടിയന്തര പ്രതിസന്ധി ദുരന്ത നിവാരണ അതോറിറ്റിയും UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് പരിക്കേറ്റ 3 പേർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച 4 വിദ്യാർത്ഥികളുടെ ഖബറടക്കം ഇന്ന് നടക്കും. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോഴാണ് ഇവരുടെ ഖബറടക്കം നടക്കുക? പരിക്കേറ്റവരുടെ ആരോഗ്യനില, അവരുടെ ചികിത്സ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ, ശ്രീനിധി, 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 7 പേർക്കായിരുന്നു ഇന്നലെ ഈ കൊരങ്ങൻചോലയിൽ വെച്ച് ഇടിമിന്നൽ ഏൽക്കുന്നുണ്ടായിരുന്നത്. അതിൽ 4 പേർ മരണപ്പെട്ടു. റഹീസ്, ഫഹദ്, സിയാദ്, ബഹാസ് 4 പേരാണ് മരണപ്പെട്ടത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഡോക്ടേഴ്സൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ തന്നെ സഹോദരൻ, മരിച്ച ഫഹദിന്റെ സഹോദരനായിട്ടുള്ള റോഷൻ, റഹീസിന്റെ സഹോദരനായിട്ടുള്ള സൽമാനുൽ ഫാരിസ്, ഇവരുടെ മറ്റൊരു സുഹൃത്ത് ഇഷ്ഹാത്ത്, ഇങ്ങനെ 3 പേരാണ് മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇതിനുശേഷം 10 മണിയോടുകൂടി ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്നാണ് ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ക്രമീകരിക്കണമെന്ന് ജില്ലാ കളക്ടറൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം കോഴിക്കോട്ട് പറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിൽ ഇവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും ഖബറടക്കം നടക്കുക. ഇവരൊക്കെ ഒരേ മഹല്ല് കമ്മിറ്റി കീഴിൽ വരുന്ന ആളുകളാണ്, സുഹൃത്തുക്കളും ഒക്കെയാണ്. വെള്ളില മലയിൽ റഹ്മാനിയ ജുമാ മസ്ജിദിലായിരിക്കും ഇവരുടെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഇവരുടെ വീടിന്റെ സമീപത്ത് തന്നെയുള്ള വെള്ളില കുരങ്ങൻചോല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് വന്ന മഴയോടൊപ്പം ശരി ഗോകുൽ, ഏതായാലും ഇന്നലെ വൈകുന്നേരം ആ സങ്കടകരമായ വാർത്ത വന്നത്. ഒരേ കൂട്ടുകാർ അവർ 7 പേർ ഒരുമിച്ചാണ് വ്യൂ പോയിന്റ് പോയത്. 3 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന് 4 പേർക്ക് ദാരുണാന്ത്യവും സംഭവിച്ചു.